നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ 3 അടിപൊളി ലോഞ്ചർ ആപ്ലിക്കേഷനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ലോഞ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ലോഞ്ചറാണ്. ആദ്യത്തെ ലോഞ്ചർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് OP ലോഞ്ചർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആ സമയത്ത് നിങ്ങൾക്ക് കാണുന്ന ഒരു ഇൻ്റർഫേസ്, ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിനകത്ത് നമുക്ക് ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു ബട്ടൺ പുതിയതായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസസ് അല്ലെങ്കിൽ മറ്റ് ഫീഡ്സൊക്കെ നമുക്ക് ആ ബട്ടൺ വഴി അറിയാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്കിവിടെ ആദ്യം നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഗൂഗിൾ നോട്ടിഫിക്കേഷനിൽ വരുന്ന പോലെ ക്ലൈമറ്റ് കാണാം. പിന്നെ സോങ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത സോങ്സ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇതിൻ്റെ ഓരോ ടൈപ്പ് തീംസ്, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോൾ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു തീമാണ് വരുന്നത്. നിങ്ങൾക്ക് ഇനി ആപ്പ് വേണമെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക് സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻസ്, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്കറിയാനായിട്ട് മേളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ഇൻ്റർഫേസാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ഫസ്റ്റ് ഒരു 4 ഡേയ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശരിക്കും ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടും. കാരണം അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അടുത്തെന്ന് പറഞ്ഞത് നമ്മുടെ ഈവ് ലോഞ്ചർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ജസ്റ്റ് നിങ്ങൾ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ കണ്ടക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന ഒരു ഇൻ്റർഫേസാണ്. ഇതാണ് നമ്മുടെ ഈ ലോഞ്ചറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ മേളിൽ നിന്ന് താഴ്ന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻസ്, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. പിന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് മെട്രിക്സിൽ നിന്നും ഇങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്ത് കാണും. വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ലോസ്റ്റായി പോകത്തൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഫോണിൽ ഒരു ലാഗ് ഇല്ലാതെ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ. നല്ല സ്മൂത്താണ്, അടിപൊളി സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഭയങ്കര സ്മൂത്താണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ടില്ല. അടുത്തതെന്ന് പറയുന്നത് ലോഞ്ചർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മുടെ ആൻഡ്രോയിഡ് ഓയുടെ ആ ഒരു ടൈപ്പ് ലോഞ്ചറാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം, നമ്മുടെ നോവ ലോഞ്ചർ പോലെ. ഇതാണ് ലോഞ്ചറിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ലോഞ്ചറിന് നല്ലൊരു ലോഞ്ചറായിരിക്കും. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഓയുടെ ഒരു സ്റ്റൈല് തരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. മാത്രമല്ല നമുക്ക് ഇത് വേറെ പ്രോ വേർഷനൊന്നും അവൈലബിൾ അല്ല. നമുക്ക് പ്യുവർ ആയിട്ട് ഫ്രീ കിട്ടുന്നുണ്ട്. വേറെ ആഡ്സ് ഒന്നും നമ്മൾ ലോഞ്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്നും ആഡ്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ടൈം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ടൈം ഇത് ഫോഴ്സ് ക്ലോസ് ആവുന്നുണ്ട്. അതെൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ ലോഞ്ചർ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ ഫോൺ കാണുന്ന സമയത്ത് ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ലോഞ്ചറാണ്. കാരണം നമ്മുടെ നമ്മുടെ പിക്സലൊക്കെ പോലെയാണ് ഈ ലോഞ്ചർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം. നിങ്ങൾക്ക് റൗണ്ട് ഐക്കൺസും അല്ലെങ്കിൽ സ്ക്വയർ ഐക്കൺസ് അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത്രയാണ് 3 ലോഞ്ചേഴ്സ്. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ലോഞ്ചേഴ്സാണ്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.